വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഒരു വറ്റ ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ വറ്റമീൻ വറുത്തെടുക്കാമെന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഈ വറ്റമീൻ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറമെ ഇങ്ങനെ നമ്മൾ കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനാവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്തു. അതിനുശേഷം 1 സ്പൂൺ തന്നെ കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര മസാല, നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നമ്മളിനി 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെരിഞ്ജീരക പൊടിയും കൂടി നമ്മളിട്ടു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇത്ര ഇട്ട് നന്നായിട്ട് ഇനി ഈ മീനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഈ മീനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് പിടിച്ച് കഴിയുമ്പം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചതച്ച് എടുത്തതും കൂടെ നമ്മൾ ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ആ ഒരു ഫൈനൽ കവറിൽ കിട്ടുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു തവ വെച്ച് അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഓരോ മീൻ വെച്ചിട്ട് അതിലേക്ക് ഈ തവയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നമ്മളപ്പോൾ അതിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ടായിരുന്നു, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പാകത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഓരോ സ്പൂൺ വീതം ഈ മീനിലേക്ക് ആഡ് ചെയ്ത് മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഈ മീനിൽ ആ മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പം നമ്മൾ അതൊരു പാൻ വെച്ച് വറുത്തെടുക്കുകയാണ്. കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പില മീൻ വറുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തീ സിമ്മിലിട്ട് സാവധാനം മീൻ മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വറക്കാനൊക്കെ പറ്റിയൊരു മീനാണ് ഈ വറ്റമീൻ. അപ്പം നമ്മുടെ വറ്റമീൻ ഫ്രൈ ഇവിടെ ഏകദേശം നമ്മൾ ഒരു സൈഡ് ഒന്നായിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറ്റമീൻ ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ മീൻ വറുത്തതിൻ്റെ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ വറ്റമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് 2 സൈഡും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഈ രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുത്ത് നോക്കണം. ഒരു സ്പെഷ്യലായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഈ മീൻ വറുത്തതിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. നമുക്ക് നല്ലതായിട്ട് വറുത്താൽ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ഈ വറ്റമീൻ. നമ്മളിവിടെ ന്യൂ ഇയറിനൊക്കെ മീൻ വറുത്തതായിട്ട് മേടിച്ചിരുന്നത് വറ്റമീനായിരുന്നു. അല്ലാതെ മീൻ കറിയൊക്കെ നമ്മൾ വെച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഈ മീൻ വറുത്തതിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റുള്ള വേറൊരു വിഭവം നമുക്ക് വീണ്ടും കാണാം. നമ്മൾ നല്ല മീൻ കറി, നല്ല മുളകിട്ട് എങ്ങനെ വെക്കുന്നത്, കോട്ടയം സ്റ്റൈലിൽ വെക്കുന്ന മീൻ കറിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ എടുത്ത് വെച്ച് കാണണം. പിന്നെ നല്ല ബിരിയാണിയുടെ റെസിപ്പി ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.